വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷാണ്. നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാനൊരു 25 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. വാടിയതിന് ശേഷം നമുക്ക് ഉള്ളി വാടാനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ഒരു പകുതി വാടിയാൽ മതി. അപ്പം നമുക്ക് കൂമ്പിട്ട് കൊടുക്കാം. ഉള്ളിയുടെ വെള്ളമയമൊക്കെ ഒന്ന് ഒഴിക്കഴിയുമ്പോൾ നമുക്ക് വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ വാഴക്കൂമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇടത്തന വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. ഈ ഒരു കനത്തിൽ ഞാൻ അരിഞ്ഞ് കഴുകി എണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തോരൻ അരിയുന്നത് പോലെ ചെറുതാക്കി അരിയേണ്ട കാര്യമില്ല. ഇത് വലുതായിട്ട് വേണം അരിയാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയും വാഴക്കൂമ്പും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമ്മുടെ വാഴക്കൂമ്പ് ഒന്ന് വേകാനായിട്ട് ഒരു ചക്കവേല വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി. എന്നിട്ട് ചെറിയ തീയിൽ അതൊന്ന് വേകട്ടെ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കൂമ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ അല്ലിയും ഒരു ചെറിയ അല്ലിയും വെളുത്തുള്ളി, ഒരു 10 കാന്താരി മുളക്. ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. നന്നായിട്ട് അരയ്ക്കേണ്ട, ചതച്ചുകൊണ്ട് വരാം. അന്നേരം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം കൂമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിടാം. ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന നമുക്ക് കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഒരു 15 ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഞാനൊന്ന് ആക്കി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂമ്പിന് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി തോട്ടിയെടുക്കാം. നമ്മളെപ്പോഴും പയറും ഒക്കെ ഇട്ടിട്ട് കൂമ്പിനെ നമ്മൾ തോരൻ വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ട് മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുന്ന ഒരു കൂമ്പിൻ്റെ കറിയാണ്. ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ചക്കയുടെ സീസൺ തുടങ്ങുമല്ലേ, അപ്പോൾ നമുക്ക് ചക്കക്കുരുവൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ഇത് വാഴക്കൂമ്പാണെന്നൊന്നും ആരും പറയില്ല. അതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം.
നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വാഴക്കൂമ്പാണെന്നൊന്നും ആരും പറയത്തില്ല, കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ വീഡിയോസ് എല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.